കല്യാണരാമനില് ഒരു ഉരുളിയെടുക്കുന്ന ഒരു സീനുണ്ട്. അതില് ഇന്നസെന്റ് സാറ് കൈ നിട്ട ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കല്യാണരാമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വേറെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആക്ടേഴ്സ് തന്നെ കൈ നിട്ട്, കാരണം അത്ര നല്ല കോമഡി ആക്ടേഴ്സിന്റെ കൂടെ സാർ വർക്ക് ചെയ്ത ആ സിനിമ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഞാൻ ചെയ്ത എല്ലാ പടങ്ങളിലും ആർട്ടിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ ഇംപ്രൂവൈസേഷൻ അറിയാതെ വരും. അത് നമ്മൾ ആദ്യം തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിയാൽ പിന്നെ ഒന്നും കിട്ടില്ല. അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം എടുക്കും, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രമേ പടത്തിൽ വെക്കുള്ളൂ. പക്ഷെ മിക്കതും അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടി വരാറില്ല. കാരണം ഈ സ്പോട്ട് ഇംപ്രൂവൈസേഷന് കുറച്ചും കൂടി ഒരു ലൈഫ് ഉണ്ടാവും. ഇപ്പോൾ കല്യാണരാമനിലും പുലിവാൽ കല്യാണത്തിലൊക്കെ ഒത്തിരി സ്പോട്ട് ഇംപ്രൂവൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സീൻ പറയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അല്ല, അങ്ങനെ ഏതാണ്ട് അതിലും കോമഡി സീൻസിൽ എല്ലാത്തിലും എന്തെങ്കിലും ഒരു ചെറിയ ഇംപ്രൂവൈസേഷനെങ്കിലും. ഇപ്പോൾ ദിലീപ് ആവട്ടെ, സലീം കുമാർ, ഇവരൊക്കെ അതിൻ്റെ രാജാക്കന്മാരാണ്. അപ്പോൾ അവരെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം. അതെ, ഒരു സീൻ കണ്ടിട്ടുണ്ട്, ദിലീപ് ചിരി കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചിരിക്കുന്ന, അങ്ങനെ പല സീനുകളിലും ഉണ്ടല്ലേ സിനിമയിൽ. അത് ഒത്തിരി തവണ എടുത്തിട്ട് റീടേക്ക്. കാരണം സലീം കുമാറിൻ്റെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനിൽ ദിലീപ് ചിരിച്ചു പോകും. പിന്നെ ഒരു ലാസ്റ്റ് അത് ഓക്കെ വെച്ചു. അത് ഇപ്പോഴും സിനിമയിലുണ്ട്, ചിരിക്കണത് കാണാം നമുക്ക്. പിന്നെ നമ്മൾ ആ സീനിൽ സലീമിനെ നോക്കുള്ളൂ. ഇപ്പോൾ ഞാനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. രാത്രി 2 മണിക്ക് ഷൂട്ട് ചെയ്യാം പുലിവാൽ കല്യാണം. അപ്പോൾ അടുത്ത സീൻ എടുക്കുക. അന്നൊക്കെ 2 മണിക്കൊക്കെ, രാത്രി 2 മണിക്ക് ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനൊക്കെ എടുക്കും. ഇപ്പോഴും അത് നടക്കാറില്ല. അപ്പോൾ അടുത്ത സീൻ എന്താ വെച്ചാൽ, ഈ ജയസൂര്യയെ കുറിച്ചിട്ട് ജയസൂര്യയുടെ കാമുകിയുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കുറ്റം പറയണം, പിന്നെ അനീഫ് കെയും സലീം കുമാറും. അപ്പോൾ രാത്രി ഈ പറഞ്ഞ സമയത്ത് ഞാൻ സലീമിനോട് പറഞ്ഞ എന്തെങ്കിലും 2-3 പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുക, ഞാൻ ഈ ഷോട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ആ ഷോട്ട് എടുത്തിട്ട് വന്ന് അടുത്ത ഷോട്ട് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, അവൻ ഒരു ആഗോള ആഭാസനും സാമൂഹിക പ്രക്ഷുബ്ധനും വിഞ്ചർ ഹൃദനുമാണെന്ന്. എനിക്കെന്നെ മനസ്സിലായി. പക്ഷേ ആ സന്ദർഭത്തിന് യോജിക്കുന്നതും തിയേറ്റർ നല്ല ചിരി കിട്ടി. അപ്പോൾ അതൊക്കെ അവർ വിത്തിൻ സെക്കൻഡ്സാണ് ഈ സാധനങ്ങൾ വരുന്നത്. അത് നമ്മളുടെ എല്ലാവരും, ഇപ്പോൾ ബൈജു തന്നെ ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട്, എല്ലാവരും ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു നിങ്ങളെ ഓർക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞു. ഇംപ്രൂവൈസ് ചെയ്തിട്ടേ രക്ഷയില്ല, ഇംപ്രൂവൈസ് ചെയ്യാതെ കൂടെ സർ, ഇതുപോലെ കോമഡി ചെയ്യുന്ന സമയത്ത് ചിരി നിർത്താൻ പറ്റാതായ അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ? ചിരി നിർത്താതെ ഷോട്ട് കട്ട് ചെയ്യാൻ പറയാതെ അങ്ങനെ പോയ അവസ്ഥ? അത് ഒരുപാട് സിനിമകളിൽ പറ്റിയിട്ടുണ്ട്. അത് എല്ലാവരും ചിരിച്ചിട്ട്, ക്യാമറമാനൊക്കെ ചിരിച്ച് ക്യാമറ ഷെയ്ക്കായിട്ട് കട്ട് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ജയസൂര്യ സർ, ജയസൂര്യ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് പരിചയമുള്ള ആളാണ്. പരിചയം മാത്രമല്ല, ഞാനത് കുറേ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് പഠിത്തമൊക്കെ നിർത്തി ജോലിക്ക് പോകേണ്ട വന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ജയൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതെ അതെ, ഇവിടെ എറണാകുളം ഓൾ സയൻസ് കോളേജിൽ, ഇവിടെ എറണാകുളത്തൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ടുള്ള ബന്ധം. പഠിക്കാൻ പോയത്. ഞാൻ ആദ്യം ഒരു സ്ഥാപനത്തിൽ 5 വർഷം വർക്ക് ചെയ്തു. അതല്ല, അവന് ഞാൻ ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഹിന്ദി അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിലായിരുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ. അതായത് അവൻ BCom ആയിരുന്നു, ഞങ്ങൾ BA ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് 10 വ്യത്യാസമുണ്ട്. 10 വയസ്സ്. ഞാൻ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ നേരത്തെ ഇത്രയും ബുദ്ധിമുട്ട്. അല്ല, ഇത് പലരും കൺഫ്യൂഷനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്ത് പറ്റി 10 വർഷം കഴിഞ്ഞ്? അത് വീട്ടിൽ പ്രാരാബ്ദം വന്നപ്പോൾ ജോലിക്ക് വേണ്ടി വന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് 10 വർഷം കഴിഞ്ഞിട്ടാണല്ലേ? അല്ലേ? അതാണ്. അത് കഴിഞ്ഞ സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ സിനിമ കാവ്യ മാധവൻ. കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് കാവ്യയുടെ വർക്ക് ചെയ്യുന്നത് തെങ്കാശി പട്ടണത്തില്ല. അതിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ കാവ്യ എനിക്ക് വേണം ആ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 16 ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നേക്കാന്ന് തോന്നുന്നു.
കാവ്യ അന്ന് അത്യാവശ്യം നല്ല തമാശകളൊക്കെ സൃഷ്ടിക്കുമായിരുന്നു ലൊക്കേഷനിൽ. മനഃപൂർവ്വം അറിയാതെ കുറേ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഒരു സ്റ്റില്ലെടുക്കുക. അപ്പോൾ നല്ല ബ്ലൂ സ്കൈ ഉണ്ട്. അപ്പോൾ ബ്ലൂ സ്കൈ കണ്ടപ്പോൾ അതിനകത്ത് നിലാവ് കാണാം, ചന്ദ്രനെ കാണാം. പകല് കാണാൻ പറ്റില്ല, നല്ല ക്ലീൻ സ്കൈ ആണെങ്കിൽ. അപ്പോൾ കാവ്യ ചോദിക്കുന്നത്, ഈ പകല് നിലാവ് വന്നു കഴിഞ്ഞാൽ, ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സൂര്യനായിട്ട് കൂട്ടിയിടിക്കൂലേന്ന് സംശയം ചോദിച്ചാ. പകല് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അത് സൂര്യനായിട്ട് കൂട്ടിയിടിക്കൂലേന്ന്. അപ്പൊ ചോദിച്ചു, നിന്റെ ജോഗ്രഫി ടീച്ചർ ആരാന്ന് വെച്ചപ്പോ അങ്ങനെ കുറിച്ചൊന്നും പറയാതിരിക്കണല്ലത്. ഞാൻ എന്ത് ചോദിച്ചാലും നീ അവിടെ ഇരിക്കാന്ന് പറയുന്നു. പറയാല്ലോ. അപ്പോ കാവ്യ ചേച്ചി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കാവ്യ എനിക്ക് ഒരു 16 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. പക്ഷെ പടത്തില് ആക്ടിങ്ങില് നല്ല ഗംഭീര ആക്ട്രസ്. പിന്നെ ഞാൻ ചെയ്ത 2 സിനിമയിൽ നായികയായിരുന്നു. പുലിവാൽ കല്യാണത്തിലും വെനീസിലെ വ്യാപാരിയിലും. വളരെ നല്ലൊരു ആക്ട്രസ്സാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടി, ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു.